Hello everyone, welcome once again to my channel Incredible English. ഇന്ന് ഇൻക്രെഡിബിൾ ഇംഗ്ലീഷിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഹെൽത്ത് റിലേറ്റഡ് കുറച്ച് സെൻറ്റൻസസ് എക്സ്പ്രഷൻസ് ഒക്കെയാണ്. ഓൾസോ സർട്ടൻ ഡിസീസസ്, അതിൻ്റെ ഇംഗ്ലീഷ് നെയിംസ്. ഡിസീസസ് എന്നൊന്നും പറയാൻ ഭയങ്കര ഡിസീസസ് ഒന്നുമില്ല, മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷ് നെയിംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് നോക്കുന്നത്, നമ്മൾ ഒരാളെ കാണുമ്പോൾ, കുറച്ച് ദിവസമായിട്ട് അസുഖമായിട്ടിരുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നത് എന്താണ്, ഇപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇന്ന് എങ്ങനെയുണ്ട്, ഇന്ന് എങ്ങനെ തോന്നുന്നു, ഇന്ന് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, കഴിഞ്ഞ ദിവസങ്ങൾ വെച്ചിട്ട് ഇന്ന് എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി അപ്പോൾ അവർ നമുക്ക് തരാവുന്ന റിപ്ലൈസ് എന്തൊക്കെയായിരിക്കാം? ഒന്നില്ലെങ്കിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ പോരാ എന്നൊക്കെയായില്ലേ. അപ്പൊ അതെങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും നോക്കാം. ഐ എം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ. അണ്ടർ ദ വെദർ, അണ്ടർ ദ വെദർ എന്ന് പറയുന്നത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അതിന്റെ അർത്ഥം സ്ലൈറ്റ്ലി ഇൽ, ഭയങ്കരനൊരു കിടപ്പിലാവുന്ന അവസ്ഥയിലുള്ള രോഗമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്ര സുഖമില്ല, നമ്മൾ പറയില്ല അത്ര സുഖം പോരാ, ഇന്നത്തെ ദിവസം അത്ര സുഖമില്ല, എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു സെന്റൻസ് ആണ് ഐ ആം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ. അല്ലെങ്കിൽ അവർ പറയും ഐ ആം ഇൻ ഗുഡ് ഹെൽത്ത്, നന്നായിരിക്കുന്നു. അപ്പൊ ചോദിച്ചതിന് സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാണ് താങ്ക് യു, ഐ ആം ഇൻ ഗുഡ് ഹെൽത്ത്, താങ്ക് യു, നന്നായിരിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പറയണത്, ചിലപ്പോൾ നമ്മൾ പറയും കുറച്ച് ക്ഷീണമുണ്ട്, കുറച്ചൊരു ക്ഷീണമുണ്ട്, കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങിയാൽ കൊള്ളായിരുന്നു. അപ്പൊ എന്ത് പറയും? ഫീൽസ് എ ലിറ്റിൽ ടയർഡ്, നീഡ് ടു ഗെറ്റ് മോർ സ്ലീപ്പ്, ഐ നീഡ് ടു ഗെറ്റ് എ ലിറ്റിൽ മോർ സ്ലീപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ പറയും ഈ അടുത്തായി നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ കാണാതിരുന്ന ഒരാളെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഈ കുറച്ച് ദിവസങ്ങളായി ഈ അടുത്തായിട്ട് താങ്കളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്നെങ്കിൽ നമ്മൾ ചോദിക്കും ഹൗ ഈസ് യുവർ ഹെൽത്ത് ദീസ് ഡേയ്സ്. ദീസ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ, ഈ അടുത്തായി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത്, ഇനി ഒരു മെഡിക്കേഷനിൽ പോകുന്ന ഒരാൾ, മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മെഡിക്കേഷനിൽ പോകുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് കഴിച്ചിട്ട് കുറച്ചെങ്കിലും ഭേദമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ പറയും? ആർ യു ഫീലിംഗ് ബെറ്റർ എന്ന് നമുക്ക് ചോദിക്കാം. ആർ യു ഫീലിംഗ് ബെറ്റർ, കുറച്ചെങ്കിലും ഭേദമുണ്ടോ? ഓക്കെ, അപ്പൊ അവർ നമുക്ക് തരുന്നൊരു റിപ്ലൈ ഉണ്ട്. എന്ത് തരുമായിരിക്കും? കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടോ, കുറച്ച് ഭേദമായിട്ടുണ്ട്, കുറച്ച് ആശ്വാസമുണ്ട്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. കുറച്ച് ആശ്വാസമുണ്ട് നമ്മൾ പറയുന്നു. അപ്പം എങ്ങനെയാ പറയാ? എ ലിറ്റിൽ റിലീവ്ഡ്. എ ലിറ്റിൽ റിലീവ്ഡ് എന്ന് നമുക്ക് പറയാം. എ ബിറ്റ് ഓഫ് റിലീഫ്, കുറച്ചൊരാശ്വാസമുണ്ട്, എ ബിറ്റ് ഓഫ് റിലീഫ്, അല്ലെങ്കിൽ എ ലിറ്റിൽ റിലീവ്ഡ്. ഓക്കെ, ഈ റിലീവ്ഡ് എന്നുള്ള വേർഡ് നമുക്ക് സ്ട്രെസ് റിലേറ്റ് ചെയ്തും യൂസ് ചെയ്യാം. അപ്പൊ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, കുറച്ചെങ്കിലും ഭേദമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും എന്താണ്? എ ലിറ്റിൽ റിലീവ്ഡ്, കുറച്ചൊരാശ്വാസം ഉണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഇനി നമ്മൾ അവരോട് പറയുമ്പോൾ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരാളോട്, ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഇപ്പം നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയതുകൊണ്ട് ഫിസിക്കലി എന്ന് പറഞ്ഞതാണ്, അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സഹായം, ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരാൾ, ആരും സഹായത്തിനൊന്നും ഇല്ലാത്ത ഒരാളോട് നമുക്ക് പറയാം എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, പറയണേ. എങ്ങനെ? ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. അതിനെ റിവേഴ്സ് ചെയ്ത് നമുക്ക് പറയാം ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ലെറ്റ് മീ നോ. അത് കാഷ്വൽ ആയിട്ട് നമ്മൾ പറയണതാണ് കേട്ടോ. ലെറ്റ് മീ നോ, എന്നെ അറിയിക്കൂ. ഇഫ് യു നീഡ് എനി ഹെൽപ്പ്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ അറിയിക്കൂ. അത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഫീൽ ഫ്രീ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഫീൽ ഫ്രീ, ഒന്നും ബുദ്ധിമുട്ട് വിചാരിക്കണ്ട, വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ചോദിച്ചോളൂ, ആവശ്യപ്പെട്ടോളൂ എന്നാണ്. ഫീൽ ഫ്രീ എന്നുള്ള വേർഡ് നമുക്ക് അല്ലാത്ത സിറ്റുവേഷനിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഓഫീസ് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ഡൗട്ട്സ്, ഫീൽ ഫ്രീ ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. ടീച്ചേഴ്സിന് പറയാം ഫീൽ ഫ്രീ ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്, ടു റേസ് യുവർ ഡൗട്ട്സ്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നതിന്, ചോദിക്കുന്നതിന് ഒട്ടും മടി വിചാരിക്കേണ്ട, ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിച്ചോളൂ. അപ്പൊ ഈ ഫീൽ ഫ്രീ എന്നുള്ള വേർഡ് നമുക്ക് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ഇതിപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ആസ്ക് ഫോർ ഹെൽപ്പ് എന്ന് പിടിച്ചിരിക്കുന്നു. ഓക്കെ,
ഇനി നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ മെഡിക്കേഷനിലാണ് എന്ന് പറയാൻ എങ്ങനെ പറയും? ഐ ആം അണ്ടർ മെഡിക്കേഷൻ. ഐ ആം അണ്ടർ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണ്, ഏതെങ്കിലും കോഴ്സ് ഓഫ് മെഡിസിൻ നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ആം അണ്ടർ മെഡിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഐ ആം അണ്ടർ മെഡിക്കേഷൻ. ഇനി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് സ്വാഭാവികമായിട്ടും അതിന് എന്താണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നോണം നമുക്ക് ഉറക്കം വരും, അല്ലെ? മയക്കം വരും, ചെറിയ മയക്കം വരാറുണ്ട്. ആ മയക്കത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ് എന്താണ്? ഡ്രൗസി. ദിസ് ഇസ് ദ വേർഡ് ഡ്രൗസി. DROWSY, മയക്കം. അപ്പോൾ എങ്ങനെയാണ് മെഡിസിൻ എനിക്ക് കുറച്ച് മയക്കം വരുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദ മെഡിസിൻ കാരണം എനിക്ക് കുറച്ച് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും? ദ മെഡിസിൻ മേക്സ് മീ ഫീൽ എ ബിറ്റ് ഡ്രൗസി. കുറച്ച് മയക്കം വരുന്നുണ്ട്. ദ മെഡിസിൻ മേക്സ് മീ ഫീൽ എ ബിറ്റ് ഡ്രൗസി. എ ബിറ്റ് ഡ്രൗസി എന്ന് വെച്ചാൽ കുറച്ച് മയക്കം. ഉറക്കം എന്നല്ല, മയക്കം വരുന്നുണ്ട്. ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് സ്ലീപ്പി എന്നാണ് പറയണത്. ഡ്രൗസി എന്ന് പറയുമ്പോഴത്തേക്കും മയക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ മെഡിസിൻ മേക്സ് മീ ഫീൽ എ ബിറ്റ് ഡ്രൗസി. ഇനി നമ്മൾ പറയുന്നത് എനിക്ക് ഡോക്ടറിന് ഒരു അപ്പോയിൻമെന്റ് എടുക്കണം, ഡോക്ടറിന് കൺസൾട്ടേഷൻ ഒരു അപ്പോയിൻമെന്റ് എടുക്കണം എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് എ ഡോക്ടർ. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് എ ഡോക്ടർ. ഓക്കെ, അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരാളോട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നന്നായി വിശ്രമിച്ച് നിറയെ വെള്ളം കുടിക്കുക കേട്ടോ. ധാരാളം വെള്ളം കുടിക്കണം, മറക്കരുത്, ധാരാളം വെള്ളം കുടിക്കണം. അത് നമ്മൾ എങ്ങനെ പറയും? ടേക്ക് റെസ്റ്റ് ആൻഡ് ഡ്രിങ്ക് plenty of fluids. Drink plenty of fluids. ഇത് എസ്പെഷ്യലി ഈ ഒരു യൂസേജ് നമ്മൾ കോവിഡ് ടൈമിൽ നന്നായി കേട്ടിട്ടുണ്ട്. പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ടേക്ക് റെസ്റ്റ് ആൻഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കൂ, പലതരത്തിലുള്ള വെള്ളം കുടിക്കൂ, നന്നായി വിശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഐ ആം അണ്ടർ മെഡിക്കേഷൻ എന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനൊരു മെഡിസിൻ കോഴ്സ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ആം അണ്ടർ മെഡിക്കേഷൻ, അതുകൂടെ ഓർത്തിരിക്കണം. ഇനി നമ്മൾ എങ്ങനെ നമ്മൾ സിക്ക് ആണെന്ന് എക്സ്പ്രസ് ചെയ്യും? ഹൗ ടു എക്സ്പ്രസ് ഇഫ് വൺ ഈസ് സിക്ക്? സിക്കാണ്, സിക്ക് എന്ന് പറഞ്ഞാൽ സുഖമില്ല, സുഖമില്ലാത്ത അവസ്ഥ, അതിനെയാണ് സിക്ക് എന്ന് പറയണല്ലോ. അപ്പം അതെങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും? അപ്പോൾ അതിന് സുഖമില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു 4 സെന്റൻസസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ്, എനിക്ക് എത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. അല്ലെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ റൈറ്റ്. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ റൈറ്റ്. എന്തോ ഒരു കുഴപ്പം, അത്ര ശരിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും ഐ ആം സിക്ക്. എനിക്ക് സുഖമില്ല, ഐ ആം സിക്ക്. ഐ എം നോട്ട് വെൽ. ഐ എം നോട്ട് വെൽ. ഈ 4 സെന്റൻസസും നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഇനി തൊണ്ടവേദന. ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് അല്ലെ തൊണ്ടവേദന. തൊണ്ടവേദനയ്ക്ക് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സോർ ത്രോട്ട്. തൊണ്ടവേദന എന്ന് പറഞ്ഞാൽ സോർ ത്രോട്ട് എന്നാണ്. മൈ ത്രോട്ട് ഈസ് സോർ. എനിക്ക് തൊണ്ട വേദനിക്കുന്നു എന്ന് നമുക്ക് പറയാം. തൊണ്ടയ്ക്ക് ഒരു കരകരപ്പ്, നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് പറയാം മൈ ത്രോട്ട് ഈസ് സോർ. പിന്നെ ഐ ഹാവ് ബീൻ സ്നീസിങ് ഓൾ ഡേ. സ്നീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്മുക. ദിവസം മുഴുവൻ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാവ് ബീൻ സ്നീസിങ് ഓൾ ഡേ. അപ്പോൾ ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് പറയും ഐ ഹാവ് ബീൻ കഫിങ് ഓൾ ഡേ. ഓക്കെ, അപ്പോൾ അത് കഫ് സിറപ്പ് എല്ലാവർക്കും അറിയാം, കഫ് എന്നുള്ള വേർഡും അറിയാം അല്ലേ? അപ്പോൾ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പം മൈ ത്രോട്ട് ഈസ് സോർ നമുക്ക് തൊണ്ടയുടെ കരകരപ്പ് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുള്ളപ്പോൾ നമുക്ക് ത്രോട്ട് ഈസ് സോർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് സോറി ഫോർ ദിസ്. ഇവിടെ ഒരു അൺനെസസറി ആയിട്ടൊരു ജി കയറി വന്നിട്ടുണ്ട്. ഐ എം ഫീലിംഗ് എ ബിറ്റ് വീക്ക് ആൻഡ് ഡിസി. ബിറ്റ് വീക്ക് ആൻഡ് ഡിസി എന്ന് പറഞ്ഞാൽ, ഡിസിനെസ് എന്ന് പറഞ്ഞാൽ തലകറക്കം. ഡിസിനെസ് അല്ലെങ്കിൽ ഗിഡിനെസ് എന്നൊരു വേർഡ് കൂടെ ഉണ്ട്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസിനെസ് എന്ന് പറഞ്ഞാലും ഗിഡിനെസ് എന്ന് പറഞ്ഞാലും തലചുറ്റൽ അല്ലെങ്കിൽ തലകറക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ഡിസി, ഐ എം ഫീലിംഗ് സ്ലൈറ്റ്ലി ഡിസി. ഡിസി എന്ന് പറഞ്ഞാൽ തല കറങ്ങുന്നു എന്നാണ്. ഐ എം ഫീലിംഗ് എ ബിറ്റ് വീക്ക് ആൻഡ് ഡിസി. കുറച്ച് ക്ഷീണവും തലകറക്കവും തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് വരുന്നത് ഐ ഹാവ് ഗോട്ട് ഇച്ചി റാഷസ് ഓൾ ഓവർ മൈ ബോഡി. എൻ്റെ ശരീരം മുഴുവൻ ഇച്ചി റാഷസ്. ഓക്കെ, നമ്മൾ ചൊറിഞ്ഞ് തടിക്കുക എന്ന് പറയും. ചൊറിഞ്ഞ് തടിച്ച് ചുമന്ന കളർ വരാം, അല്ലെങ്കിൽ റാഷസ് പോലെ വരാം, ഒരഞ്ഞ് പൊട്ടിയ പോലെ വരാം.
ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തടിക്കുന്ന തിണർപ്പെന്ന് പറയും അല്ലെ, തടിക്കുക, തിണിർക്കുക എന്നൊക്കെ പറയും, തിണർപ്പ്. അപ്പൊ അതിനെ നമ്മൾ, അല്ലെങ്കിൽ ചൊറിഞ്ഞ് പൊട്ടി വരുന്നതിന് നമുക്ക് റാഷസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ചൊറിഞ്ഞ് പൊട്ടുന്നതിന് അല്ലെങ്കിൽ ചൊറിഞ്ഞ് തടിക്കുന്നതിന് നമുക്ക് പറയാം ഇച്ചി റാഷസ് എന്ന് പറയാം. ഇച്ചിങ് എന്ന് പറയുന്നത് ചൊറിയുക എന്നാണ്. ഐ ഹാവ് ഗോട്ട് ഇച്ചി റാഷസ് ഓൾ ഓവർ മൈ ബോഡി, എന്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ കൈ മുഴുവൻ ഹാവ് ഗോട്ട് ഇച്ചി റാഷസ് ഓൺ മൈ ഹാൻഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് മുറിവ്. ഡെഫിനറ്റ്ലി കിച്ചണിൽ ആര് കയറിയാലും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ മുറിവ് അല്ലെ. ചെറിയ മുറിവിനെ കുറിച്ചാണ് പറഞ്ഞത്, ചെറിയ മുറിവ്. അപ്പൊ അതിന് ചെറിയ മുറിവാണ് നമ്മൾ കട്ട് ഓൺ ദ സ്കിൻ എന്ന് പറയാം. കട്ട്, സ്ലൈറ്റ് ആയിട്ടുള്ള കട്ട് എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഒരു ഗ്രഡേഷൻ മാറി മാറി വരും. വൂണ്ട് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഡീപ്പായിട്ടുള്ള കട്ടായിരിക്കും, കുറച്ചുകൂടെ ഡീപ്പാണ് വൂണ്ട് എന്ന് പറയുന്നത്. അപ്പം കട്ട് എന്ന് പറയുന്നതും വൂണ്ട്, ഗ്രേസ്, ലാസറേഷൻ ഇതെല്ലാം മുറിവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഗ്രേഡ് കൂടി വരുന്നതാണ്. അപ്പൊ ഗ്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരഞ്ഞു പൊട്ടുന്ന പോലെ അതിനെ നമുക്ക് പറയാം ഗ്രേസിങ്. അത് അപ്പർ ലെയറിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ഇതായിട്ട്. കൂടുതൽ നമുക്ക് കട്ട് ഓൺ ദ സ്കിൻ എന്ന് പറയാം. വൂണ്ട്, ഇച്ചിരി കൂടുതൽ ഡീപ്പായിട്ടുള്ള മുറിവാണെങ്കിൽ നമുക്ക് വൂണ്ട് എന്ന് പറയാം. പിന്നെ ലാസറേഷൻ എന്നൊരു വേർഡും ഉണ്ട്. ഓക്കെ, ഇനി മുറിവിന്റെ അടയാളം, അതിന് നമ്മൾ എന്താ പറയുന്നത്, സ്കാർ. ആ മുറിവുണ്ടായതിന്റെ സ്കാർ ഉണ്ട്, മുറിവിന്റെ അടയാളമുണ്ട്, സ്കാർ. ഓക്കെ, ഇനി ഇവിടെ രണ്ട് വേർഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, ബേണും സ്കാൾഡും. ഹൈലൈറ്റ്, സോറി ഫോർ ദാറ്റ്, ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയതാ കേട്ടോ. ബേണും സ്കാൾഡും രണ്ടും ഉദ്ദേശിക്കുന്നത് പൊള്ളൽ തന്നെയാണ്, പൊള്ളുക, പൊള്ളുന്നതിനെയാണ് നമ്മൾ ബേൺ എന്ന് പറയുന്നതും സ്കാൾഡ് എന്ന് പറയുന്നതും. ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ബേൺ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഹീറ്റ്, ലൈക്ക് നമ്മുടെ അയൺ ബോക്സിൽ നിന്നൊക്കെ പൊള്ളുക, ഇലക്ട്രിക്കൽ അപ്ലയൻസസിന് കാരണം എന്തെങ്കിലും ഒരു പൊള്ളൽ വരുന്നു, അപ്പം അല്ലെങ്കിൽ കെമിക്കൽസ് കാരണം എന്തെങ്കിലും പൊള്ളൽ വരുന്നതിന് നമ്മൾ ബേൺ എന്നേ പറയുള്ളൂ. പൊള്ളുക, ആ പൊള്ളലിനെ ബേൺ എന്നും പറയും. പക്ഷെ ചൂടുവെള്ളം, ഇപ്പൊ തിളച്ച വെള്ളം മറിഞ്ഞ് ഉണ്ടാവുന്ന പൊള്ളലിനെ നമുക്ക് സ്കാൾഡ് എന്നാണ് പറയുക. ഇച്ചിരി കൂടുതലാണത് അല്ലെ. അല്ല, രണ്ടാം സിവിയർ ആണ്. പക്ഷെ വെറ്റ് ഹീറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ അതാണ് തിളച്ചു മറിയുന്ന വെള്ളം മറിഞ്ഞുണ്ടാവുന്ന ആ ഒരു പൊള്ളലിനെ നമുക്ക് സ്കാൾഡ് എന്ന് പറയാം. മറ്റേത് നമുക്ക് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അയൺ ബോക്സ് പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് പൊള്ളൽ ഉണ്ടായാൽ നമുക്കതിനെ ബേൺ എന്നും പറയാം. അപ്പൊ ബേൺ ഉണ്ടാവുന്നത് ഡ്രൈ ഹീറ്റ് കാരണവും സ്കാൾഡ് ഉണ്ടാവുന്നത് വെറ്റ് ഹീറ്റ് കാരണമാണ്, സ്കാൾഡ്. ഓക്കെ, അടുത്തത് ഈ കുറച്ച് നമ്മൾ കോമൺലി നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന രോഗങ്ങളെന്നോ അസുഖങ്ങളെന്നോ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് അവസ്ഥകൾ, അതിന്റെ എല്ലാം വേർഡ്സ് നമുക്ക് നോക്കാം. അപ്പം സ്വെല്ലിങ്, ആദ്യം സ്വെല്ലിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീക്കമുണ്ട്, ഒരു വീക്കം കാണുന്നുണ്ട്. സ്വെല്ലിങ് ഓൺ മൈ ലെഗ്, കാലിൽ ഒരു ചെറിയ വീക്കം കാണുന്നുണ്ട്, സ്വെല്ലിങ്. വീസിങ്, ശ്വാസം മുടൽ. നോഷ്യസ്, ഒക്കാനം, ഒക്കാനത്തിന് നോഷ്യസ് എന്നാണ് പറയുന്നത്. അടുത്തത് കുഴിനഖം അകത്തേക്ക് വളർന്ന് നിൽക്കുന്ന, അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഇതാണല്ലോ അല്ലെ. അപ്പം അതിൽ നിന്ന് പസ് വരും, പഴുപ്പെന്ന് പറഞ്ഞാൽ പസ്. ഓക്കെ, അത് എഴുതിയിട്ടില്ല, പഴുപ്പെന്ന് പറയുമ്പോൾ പസ്സാണ്. അപ്പൊ അതിന് നമുക്ക് ഇൻഗ്രോൺ നെയിൽ എന്ന് പറയാം. വേറൊരു കണ്ടീഷനുണ്ട്, വിത്ത് ലോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനും വേറെ ഉണ്ട്, കാഴുമായിട്ട് റിലേറ്റ് ചെയ്ത്. നമ്മൾ അധികം പറയാറില്ല. ഇൻഗ്രോൺ നെയിൽ എന്ന് നമുക്ക് പറയാം. കുഴിനഖത്തിന് നമുക്ക് ഇൻഗ്രോൺ നെയിൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് റണ്ണി നോസ് എന്ന് പറഞ്ഞാൽ മൂക്കൊലിപ്പിന്, ഒലിച്ചു വരുന്നതിന്. ബ്ലോക്ക് നോസ് അല്ല, മറ്റത് ബ്ലോക്ക് നോസിന് അടങ്ങിയിരിക്കുന്നു, മൂക്ക് അടങ്ങിയിരിക്കുന്നതിന് നമുക്ക് ബ്ലോക്ക്ഡ് നോസ് എന്ന് പറയുന്നു. ഒലിച്ചു വരുന്നതിന് നമുക്ക് റണ്ണി നോസ് എന്ന് പറയും. ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കാം, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാണ്. റണ്ണി നോസ് എന്ന് പറഞ്ഞാൽ മൂക്കൊലിപ്പാണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിയുന്നതിന്, ചൊറിച്ചിലിനാണ് ഇച്ചിങ് എന്ന് പറയുന്നത്. ഇനി മോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മറുക് ഉണ്ടാവുക, ബോഡിയിലെല്ലാം പുതുതായിട്ട് മറുക് ഉണ്ടാവുന്നു, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. മോൾ എന്ന് പറഞ്ഞാൽ മറുക്. ഇനി അരിമ്പാറ അറിയാം. അതിനകത്തും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്ലൂയിഡ് നിറഞ്ഞ് ഉണ്ടാവുന്ന ആ ഒരു ചെറിയ പ്രൊജക്ഷൻ ഓൺ ദ സ്കിൻ അല്ലെ. അതിനെ നമ്മൾ കുഞ്ഞിയായിട്ട് വരുന്ന അതിനെ നമ്മൾ അരിമ്പാറയ്ക്ക് നമ്മൾ വേർഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ എഴുതാത്തൊരു കാര്യം കൂടെ അതിന്റെ കൂടെ പറയാം. നമുക്ക് ഈ പരു അല്ലെങ്കിൽ കുരു എന്നൊക്കെ പറയും, അതിനെ നമുക്ക് ബോയിൽ എന്ന് റെഫർ ചെയ്യാൻ പറ്റും, BOIL. അപ്പം മോൾ എന്ന് പറഞ്ഞാൽ മറുക്, വേർഡ്സ് എന്ന് പറഞ്ഞാൽ അരിമ്പാറ, ബോയിൽ BOIL ദാറ്റ് ഈസ് പരു അല്ലെങ്കിൽ കുരു, പരു വരിക എന്ന് പറയാം. അതിനകത്ത് പസ്സാണെന്ന് അറിഞ്ഞിരിക്കണം, അതിന് നമുക്ക് ബോയിൽ എന്ന് പറയാം. ഓക്കെ, ഫ്ലം ഈസ് കഫം. പിന്നെ പനിയും വിറയലും ആണ്, ഫീവർ ആൻഡ് ചിൽസ്. കൂടുതലായിട്ട് കാണുന്നില്ല, എന്നാലും ചിൽസ്, വിറയലിൽ നമുക്ക് ചിൽസ് എന്ന് പറയാം. കുളിര് വരുന്നു, ഫീവർ ആൻഡ് ചിൽസ്.
ഇനി സ്നീസിങ് തുമ്മൽ പറഞ്ഞു, സോർ ത്രോട്ട് തൊണ്ടവേദന പറഞ്ഞു, ഇച്ചിങ് ചൊറിച്ചിൽ പറഞ്ഞു, ഡിസിനസ് തലകറക്കം, ഗിഡിനസ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. ഡിസിനസും ഗിഡിനസും തലകറക്കം അല്ലെങ്കിൽ തലചുറ്റലിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹെഡേക്ക് ഈസ് എന്താണ്? തലവേദന. ഇനി അടുത്തത് നോക്കിക്കേ, ഇത് റാറ്റ് ഫീവർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണെന്ന് തോന്നുന്നു. അത് കാരണം ഉണ്ടാവുന്ന അസുഖങ്ങൾ, അത് കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. സോ നമുക്കതിനെ എലിപ്പനിയെ നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് പറയുന്നത്. ലെപ്റ്റോസ്പൈറോസിസ്. പിന്നെ ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പം ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇത് പറയാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, നമ്മുടെ തക്കാളിപ്പനി, ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയും. കുട്ടികളിലാണ് കൂടുതലും കാണുന്നത്. ചെറിയ ചെറിയ ചുമന്ന തടിപ്പ് കയ്യിൽ, വായ്ക്കകത്തൊക്കെ ഉണ്ടാവുന്നതിന് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, ടൊമാറ്റോ ഫീവർ എന്നൊക്കെ പറയുമായിരിക്കും തക്കാളിപ്പനി എന്ന് പറയുന്നത്. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പേരുണ്ട്. അപ്പം ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇത് നമ്മൾ ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ജനറൽ ആയിട്ടുള്ള അപ്പർ ലെവലിലുള്ള ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല. ഇന്നത്തേത് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഓൾമോസ്റ്റ് ഇതിനോടകം തന്നെ ഒരു 60 വീഡിയോസോളം ചെയ്തിട്ടുണ്ട്. ഗ്രാമറായിട്ടും അല്ലാതെ കമ്മ്യൂണിക്കേഷന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ടോപ്പിക് വൈസും ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. സോ സി യു സൂൺ വിത്ത് അനദർ ഹെൽപ്ഫുൾ വീഡിയോ. താങ്ക് യു.